നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ദശാകാലങ്ങളെക്കുറിച്ചാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു നക്ഷത്രം അറിഞ്ഞാൽ ദശാകാലം, അതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 9 ദശാകാലമാണുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി മകം മൂലം ജന്മാനുജന്മ നാളുകളാണ്. അത് നമുക്ക് കേതുർദശയാണ്. 7 വർഷമാണ് കേതുർദശ. അപ്പോൾ 7 വർഷം കേതു എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. അപ്പോൾ കേതുർദശ കടന്നു വരുമ്പോൾ സാമാന്യ രീതിയിൽ എല്ലാവർക്കും തടസ്സങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കേതുർദശയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ബാലാരിഷ്ടത കൂടുതലായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് വഴിപാട് ചെയ്യാം. ഗണപതി ഹോമം, സാധാ ഗണപതി ഹോമം ചെയ്യാം. പിന്നെ ചാമുണ്ഡി ദേവിക്ക് കടുംബായുസം ഭാഗ്യസൂക്തം നടത്താം. സർപ്പത്തിന് നൂറുംപാലം നടത്താം. അപ്പോൾ 7 വർഷം കേതുർദശ കടന്നു വരുമ്പോൾ നക്ഷത്രം എത്ര സമയമാണോ കടന്നു വന്നത്, ആ കടന്നു വന്ന നക്ഷത്രത്തിൻ്റെ അളവ് കുറച്ചിട്ട്, അതാണ് ജന്മശിഷ്ടം എന്ന് പറയുന്നത്. അതായത് നമുക്കങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി ജനിച്ച സമയം അറിയില്ല എങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് കേതുർദശയുടെ ആ 7 വർഷം എന്നുള്ള നേർപ്പകുതിയാക്കുക. അങ്ങനെ 3.5 വയസ്സ് വരെ കേതുർദശ അങ്ങനെയാണ് കണക്കാക്കുന്നത്. കേതുർദശ കടന്നു വരുമ്പോൾ സാമാന്യന, അതായത് ജനിച്ചു കഴിയുമ്പോഴാണ് ബാലാരിഷ്ടത കൂടുതലായിരിക്കും. ഇത് തന്നെ ജീവിച്ച് പോകുന്ന സമയത്താണ് കേതുർദശ വരുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി തടസ്സം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഗണപതിക്ക് വഴിപാട് ചെയ്യുക, അതേപോലെ ചാമുണ്ടിക്ക് വഴിപാട് ചെയ്യുക, സർപ്പത്തിന് വഴിപാട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും കേതുർദശയെ നമുക്ക് നമ്മുടെ പരിധിയിലാക്കാം. കാരണം മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കുട പിടിക്കണം. അല്ലാതെ വാശി പിടിച്ച് മഴ നനഞ്ഞു പോയാൽ നമുക്ക് ജലദോഷപ്പനിയോ അല്ലെങ്കിൽ വേറെ വലിയ പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ഓരോ ദശാകാലം അറിഞ്ഞിരുന്ന് അതിൻ്റെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ നമുക്ക് ആ കാലഘട്ടത്തിന് അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ കേതുർദശ എന്ന് പറയുമ്പോൾ അതിൻ്റെ കേതുർദശയുടെ നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം ജന്മാനുജന്മ നാളുകൾ. അത് അറിഞ്ഞിരിക്കണം. കാരണം അശ്വതിക്ക് വഴിപാട് ചെയ്യാൻ പറ്റി നമുക്ക് മകത്തിന് ചെയ്യാം, അല്ലെങ്കിൽ മൂലത്തിന് ചെയ്യാം. അതായത് മലയാള മാസത്തിലെ നാളുകൾ കടന്നു പോകുന്നതിന് മുമ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ പിറന്നാളൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്ത് പീരീഡൊക്കെ കടന്നു വരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പുലവാലായ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത നാളിലേക്ക് വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മരിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശ്രാദ്ധ ബലി ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അനുജന്മനാളിൽ ചെയ്താലും അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് ഓരോ ദശാകാലങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ഐ വിഷൻ ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.